ഇതാ ഈ വട്ടത്തെ ഓണത്തിനെ ഇങ്ങനെ ഒന്ന് പച്ചടി വെച്ച് നോക്ക്, അപാര ടേസ്റ്റ് ആട്ടോ. എന്നാ എങ്ങനെയാന്ന് കണ്ടാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അധികം പഴിക്കാത്തൊരു വെള്ളരിയും, ഒരു 5-10 കൊച്ചുള്ളിയും, 2 പച്ചമുളകും, ഒരു ചെറിയ മുറി തേങ്ങയും, കുറച്ച് കടുകും, ആവശ്യത്തിന് തൈരും എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളരിയും കൊച്ചുള്ളിയും ഈ പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചടി നമുക്ക് 2-3 സൈസ് ഉണ്ടാക്കാം. വഴിയെ ഓരോ റെസിപ്പിയും കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുത്ത വെള്ളരിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ചിരണ്ടി വെച്ചിട്ട് തേങ്ങയും 2-3 കൊച്ചുള്ളിയും കുറച്ച് കടുവും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പച്ചടിയല്ലേ, കടുക് ഞാൻ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്. ഇനി അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളച്ചൊന്നും പോവരുത്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പുളിയുള്ള കട്ടിത്തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് താളിച്ചൊഴിക്കാം. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊച്ചുള്ളിയിട്ട് മൂത്ത ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചൊഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത്തവണത്തെ ഓണത്തിന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമല്ലേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യില്ലേ. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.